ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇന്നലെ 5 ഫലസ്തീൻകാരെ കസ്റ്റഡിയിലെടുത്തു. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഉൾപ്പെടെ 3 പേരെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനകം 9112 ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിൽ തടവിലുണ്ട്. യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹു സർക്കാരിനെതിരെ ജെറുസലമിൽ ശക്തമായ സമരം തുടരുകയാണ്. ഫലസ്തീൻ ജനതയെ കൂടെ നിർത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. അടുത്ത വർഷം കൂടി ഹജ്ജ് കനത്ത ചൂടിലാകുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം. തുടർന്നുള്ള 17 വർഷക്കാലം ഹജ്ജ് സീസണിൽ ചൂടിന് ശമനമുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തവണ ഹജ്ജ് കർമ്മത്തിനിടെ കനത്ത ചൂടിൽ നിരവധി പേർക്ക് സൂര്യാഘാതമേറ്റിരുന്നു. സൗദിയിൽ അനുമതിയില്ലാതെ തീർത്ഥാടകരെ മക്കയിലേക്ക് കൊണ്ടുപോയ 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 16 സ്വദേശികളെയും 2 വിദേശികളെയുമാണ് മക്കയ്ക്ക് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ 98 പേരെ മക്കയിലെത്തിക്കാൻ ശ്രമിച്ചതിനാണ് ഇവർ അറസ്റ്റിലായത്. ജീവിതച്ചിലവ് കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് 15ാം സ്ഥാനത്ത്. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയോടെ നേരത്തെയുണ്ടായിരുന്ന 3 രാജ്യങ്ങളെ മറികടന്നാണ് ദുബായ് 15ാം സ്ഥാനത്തെത്തിയത്. യുഎഇയിൽ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. ഫുജൈറയിൽ 49 ഡിഗ്രിയും അബുദാബിയിൽ 47 ഡിഗ്രിയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ദുബായ് പോലീസ് പട്രോളിംഗിനായി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടെസ്ല സൈബർ ട്രക്ക് വാഹനം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ദുബായ് മാളിലെ ഐസ് റിംഗിന് മുന്നിൽ പ്രദർശനത്തിനുള്ള പോലീസിലെ പുതിയ അതിഥിയെ സന്ദർശകർക്ക് കാണാനും ഫോട്ടോയെടുക്കാനും അവസരമുണ്ട്. ഇന്നു മുതൽ 4 ദിവസം തുടർച്ചയായി രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സന്ദർശകർക്ക് ഇതിനുള്ള അവസരമുള്ളത്. കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ. കൊല്ലം പുനലൂരിൽ 2 തൊഴിലുറപ്പ് തൊഴിലാളികൾ മിന്നലേറ്റ് മരിച്ചു. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവരാണ് മരിച്ചത്. എറണാകുളം പനങ്ങാടിന് സമീപം ചേപ്പനത്ത് ഇടിമിന്നലേറ്റ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റ തോപ്പുംപടി സ്വദേശി സിബി ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.